ബാബറി മസ്ജിദ് ഉയരുമെന്ന് ദിവാസ്വപ്നം കാണുന്നവർക്ക് ചുട്ട മറുപടിയുമായി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്ത്. എന്താ ചേച്ചിന്റെ ഒരു ആവേശം അല്ലേ? പൊളിച്ച്. എന്നിട്ടേ ലോക അവസാനം വരെ ബാബറി മസ്ജിദ് ഇന്ത്യയിൽ ഇനി ഒരിക്കലും പുനർനിർമ്മിക്കില്ല എന്നതാണ് അദ്ദേഹം അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. അയ്യോടാ, കള്ളസന്യാസി ലോകാവസാനം എന്നൊക്കെ പറയാൻ പഠിച്ചോ? ഈ കള്ളസന്യാസി ലോകാവസാനം വരെ ജീവിച്ചിരിക്കുന്നതിന് എന്താ ഉറപ്പ്? എന്നിട്ട് മസ്ജിദ് പുനർനിർമ്മിക്കപ്പെടുമെന്ന് സ്വപ്നം കാണുന്നവരുണ്ടാകാം. എന്നാൽ ആ ആഗ്രഹം ഒരിക്കലും സഫലമാകില്ല. അത്തരമൊരു ദിനം വരുമെന്ന് കാത്തിരിക്കുന്നവർ അവിടെ കാത്തിരുന്ന് നശിക്കത്തേ ഉള്ളൂ എന്നതാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം. അങ്ങനെ ഒരു ദിവസം ഒരിക്കലും വരില്ല എന്നാണ് അദ്ദേഹം തറപ്പിച്ച് പറയുന്നത്. ഇത്രയ്ക്ക് തറപ്പിച്ച് പറയാന് ആ കള്ളസന്യാസിയുടെ തന്തയ്ക്ക് ശ്രീധരം കിട്ടിയതാണോ ഈ ഇന്ത്യ എന്ന മഹാരാജ്യം? എന്താ ചേച്ചിയെ, ശരിയാണോ? ശ്രീധരം കിട്ടിയതാണോ? ഇതിലും വലിയ കൊമ്പന്മാർ ഇസ്ലാമിന് നേരെ പല ആയുധങ്ങളുമായിട്ട് വന്നതാണ്. അപ്പോഴൊന്നും ഇസ്ലാം ഭയന്നിട്ടില്ല, പേടിച്ചു ഓടിയിട്ടില്ല, പിന്മാറിയിട്ടില്ല. संविधान संविधान की धज्जियां उड़ रही है। जब आप लोग बोल रहे हैं कि नीति और नैतिकता के बाद आपका नीति और नैतिकता कहाँ गया? जब आप किसी पार्टी को तोड़ के फिर ले रहे हैं और बोल रहे हैं नीति और नैतिकता और संविधान का बात, कहाँ है संविधान? संविधान बहुत किताब रह गया है। देखिए आप हमको माल बोल रहे हैं। अगर प्राइम मिनिस्टर हमको माल बोलेंगे, लोग क्या बोलेंगे? हम बिक्री नहीं हो सकते मैडम। मुझे ऐतराज है माननीय प्रधानमंत्री जब ये बात बोले लोकसभा में कि हम माल है। माल कौन है मैडम? माल कौन है? हम लोग MP थे। अटल जी को हम नमन इसीलिए करते थे क्योंकि वो हमको MP समझते थे, इसीलिए एक वोट से हारना सही समझे मगर खरीदारी नहीं की। आज हम लोगों को माल बोला जा रहा है। मुझे ऐतराज है माल से. പാർലമെന്റിൽ ഒരു അവസ്ഥയാണ്, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മര്യാദയ്ക്ക് ഉത്തരം പറയാൻ കഴിയാതെയാണ് സംഖ്യയിൽ അവിടെ ഇരുന്ന് തെനാടണം. കണ്ടില്ലേ? ഇതാണ് അവസ്ഥ. സംഖ്യയുടെ അവസ്ഥ ഇതാണ്. പ്രസ്സിനോട് മര്യാദയ്ക്ക് മറുപടി പറയാൻ കഴിയില്ല. ജനങ്ങളോട് ഇപ്പോൾ ഒരു പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോൾ അതിന് മറുപടി പറയാൻ കഴിയില്ല. ഇതിനൊന്നും കഴിയുന്നില്ല. ഇതൊക്കെ പോട്ടെ, വിദേശത്തേക്ക് മാതാവിനെ അറുത്ത് നല്ല കവറിൽ പാക്ക് ചെയ്തിട്ട് ഹലാലിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് കയറ്റി അയച്ചിട്ട് കോടികൾ സമ്പാദിക്കണല്ലേ, അതൊക്കെ നിർത്തിയിട്ട് വെല്ലുവിളിക്കാൻ പറ. ഇവിടെ പശു ഇറച്ചും പോത്തിറച്ചും തിന്നാൻ പാടില്ല. അറുത്തങ്ങ് വിദേശത്തേക്ക് കയറ്റി ഹലാൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പൈസ, അതിൽ കിട്ടുന്ന പൈസ വാങ്ങി നക്കാൻ ഒരു ഉളുപ്പില്ലല്ലോ.